ആ പരിപാടി നമ്മൾ വേണ്ടത്ര രീതിയിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. എന്താണെങ്കിലും ഒരു കാര്യം പറയാം, ഈ പരിപാടിയിൽ നമ്മൾ വളരെ ഒരു പ്രത്യേകമായ അന്വേഷണമൊന്നും നടത്താതെ ഗൂഗിളിൽ സെർച്ച് ചെയ്താണ് നമ്മുടെ രതീഷേട്ടനെ നമ്മൾ വിളിച്ചത്. വിളിച്ചപ്പോൾ ചേട്ടൻ എന്നോട് സംസാരിച്ചത് ഇത്ര രൂപ ബോട്ടിന് പെർ ഹെഡിന് ഫുഡ് ഇത്ര എന്ന രീതിയിലുള്ള കേരള മീൽസ് എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായും നല്ല ടേസ്റ്റ് ഉള്ളതുമായ ഒരു ആഹാരമാണ് നമുക്ക് നൽകിയത്. എന്തായാലും നമ്മളോട് നല്ല രീതിയിൽ സഹകരിച്ചു. ഇവിടെ വന്നതിന് ശേഷമാണ് നമ്മുടെ പൈലറ്റ് ചേട്ടന് നമ്മുടെ മൂവാറ്റുപുഴയുമായി വർഷങ്ങളുടെ ബന്ധമുണ്ട് എന്ന് അറിയുന്നത്. ഇതുവരെ വന്ന് നമ്മൾ യാത്ര തുടങ്ങിയപ്പോഴാണ്. ഞങ്ങളുടെ ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇതിനു മുമ്പ് പരിചയപ്പെടുത്തില്ലായിരുന്നോ? ഞങ്ങള് 1993 ക്രൈസ്റ്റ് കോളേജ് മൂവാറ്റുപുഴയിലെ ഒരു കാലത്തെ ഏറ്റവും അഭിമാനമായി മാറിയിരുന്ന ഒന്നാം കിട പാരൽ കോളേജിൽ ഒന്നായിരുന്ന ക്രൈസ്റ്റ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. പ്രീ ഡിഗ്രി ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികളിൽപ്പെട്ട ചുരുക്കം ചില ആളുകളാണ് ഞങ്ങൾ ഈ ട്രിപ്പിൽ പങ്കെടുത്തിട്ടുള്ളത്. എന്താണെങ്കിലും ഞങ്ങളുടെ മനസ്സിന്റെ സന്തോഷം നിങ്ങളെ പങ്കുവയ്ക്കാൻ അറിയിക്കുകയാണ്. ഇതിനു മുമ്പ് മറ്റൊരു ക്രൂയിസ് യാത്ര നടത്തിയപ്പോൾ അന്ന് ഞങ്ങൾക്ക് തന്ന ഭക്ഷണത്തിൽ ചെറിയ പോരായ്മ ഉണ്ടായിരുന്നു നിങ്ങൾ ചൂണ്ടിക്കാണിച്ചെങ്കിലും 100% ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. ആരും തന്നെ ഒരു എതിരഭിപ്രായം പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഞങ്ങളോട് സഹകരിച്ച അല്ലെങ്കിൽ ഞങ്ങളെ ഈ യാത്രയിൽ കൊണ്ടുപോയി ഓരോ കാര്യങ്ങളിലും പങ്കെടുത്ത് ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട്. അതിന് തികഞ്ഞ നന്ദിയും കടപ്പാടും നിങ്ങളോട് ക്രൈസ്റ്റ് കോളേജ് 93 ബാച്ചിന്റെ പേരിൽ രതീഷേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകളെ മറ്റേ ചേട്ടൻ പേര് സജീവാണോ സതീഷാണോ? ഞാൻ ക്യാഷ് അയച്ചു കൊടുത്ത് ബുക്ക് ചെയ്യാൻ പൈസ അയച്ചു കൊടുത്ത ചേട്ടൻ നമ്മുടെ ഗ്രൂപ്പിലാണ്. അപ്പൊ അതുകൊണ്ടാണ് സജീവൻ അങ്ങോട്ട് അതാണ് ഓർക്കാൻ കാരണം. പിന്നെ ഞാൻ വളരെ ഒരു കാര്യം തുറന്നു പറയാം, ഇവിടെ വരുന്ന ഈ സമയം വരെ എന്റെ മനസ്സിൽ ഒരു ചെറിയ ഭീതി ഉണ്ടായിരുന്നു. കാരണം ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, ഫോണിൽ കൂടെ ബന്ധപ്പെട്ടിട്ടുള്ള അറിവുള്ളൂ ഈ ബോട്ട് യാത്രയ്ക്ക്. എനിക്ക് നേരിട്ട് അറിയില്ലായിരുന്നു പറഞ്ഞത്. ഇത് എത്രമാത്രം മനോഹരമാകുമെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ വളരെ നന്നായി വന്ന ആളുകൾ എല്ലാവരും സന്തോഷവാന്മാരാണ്. വരാത്തവർക്ക്, നിർഭാഗ്യവശാൽ വരാൻ കഴിയാതിരുന്ന ആളുകൾക്ക് അവർക്ക് നഷ്ടം തന്നെയാണ്. വരാതിരുന്ന ആളുകൾ, ചില ആളുകളൊക്കെ മനഃപൂർവ്വം വരാതിരുന്നിട്ടുണ്ട്, അവർക്ക് വലിയ നഷ്ടം തന്നെയാണ്. എന്താണെങ്കിലും അടുത്ത നമ്മുടെ പ്രോഗ്രാം നോബിൾ പറഞ്ഞതുപോലെയല്ല, നോബിളിന്റെ അല്ല ഇവരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മളെല്ലാ കാര്യം